ഈ പാരൻസിന്റെ ശ്രദ്ധക്കുറവെന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്കെല്ലാം വളരെ തിരക്കാണ്. ഞാനും തിരക്കുള്ള ഒരു അമ്മയാണ്. അപ്പം ഞാനും പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ജോലിയുണ്ട്, അച്ഛന് ജോലിയുണ്ട്. രാവിലെ അമ്മ പോകുന്നു, അച്ഛൻ പോകുന്നു, സഹോദരങ്ങൾ പോകുന്നു. വീട്ടില് പിന്നെ സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന ഈ കുട്ടികൾ തന്നെയുള്ളൂ. അവർക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന സാഹചര്യം നമ്മൾ അവിടെ ഒരുക്കുകയാണ്. ഈ ശ്രദ്ധക്കുറവ് ഒരു വലിയ ഘടകം തന്നെയാണ്. നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം നമ്മൾ കുറച്ചെങ്കിലും മാറ്റി വെച്ചേ പറ്റുള്ളൂ. സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ മോളെ അല്ലെങ്കിൽ മോനെ ഇന്നത്തെ ടീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞു, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഒരു 5 മിനിറ്റ്സ് 5 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മാതാപിതാക്കളെ കണ്ടേ പറ്റുള്ളൂ. അവരെ ഉപദേശിക്കുകയാണെങ്കിൽ അടിച്ചോ ദേഷ്യപ്പെട്ടോ നമ്മുടെ ഫ്രസ്ട്രേഷൻ എല്ലാം അവരുടെ പുറത്തേക്ക് ഇട്ടിട്ടോ അങ്ങനെ അല്ല. തെറ്റ് ചെയ്യാം, മനുഷ്യരാണ്, കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ ചിലപ്പോൾ തെറ്റിലേക്ക് പോയിരുന്നിരിക്കാം, അല്ലെ പ്രേരണ ഉണ്ടായിരിക്കാം. അവർക്കൊരു സുഹൃത്തിനെ പോലെ അവരോട് ഉപദേശിക്കുക. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നന്നാവൂ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു അഭിപ്രായം. അവരെ എൻഗേജ്ഡ് ആക്കുക, വസ്ത്രം കഴുകിയിടുക, അവർ കഴിച്ച പാത്രം കഴുകി വെക്കുക, ചെടിക്ക് വെള്ളം നനയ്ക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്തു തരിക. നമ്മൾ വിചാരിക്കും അയ്യോ കുഞ്ഞിനെ ഒന്നിനും എൻ്റെ മോനൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാ എന്താ പറയണ്ടേ ഫെസിലിറ്റിയോടെ കൂടിയും എൻ്റെ മകൻ വളർന്നോട്ടെ. പക്ഷെ ഉത്തരവാദിത്വം എന്നുണ്ട്. അത് ഞാൻ പറയുന്നത് വലിയൊരു തലമുതിർന്ന ഒരാളായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ കണ്ടനുഭവിച്ചതും എനിക്ക് എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാര് പറഞ്ഞ് കേട്ടതും ഒരുപാട് എന്നെക്കാൾ മുതിർന്ന ആൾക്കാർ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും 100% ആ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞ് ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കുകയോ പ്രവൃത്തിയിലൊക്കെ പോകത്തില്ല. തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് തന്നെയാണ്. സ്കൂളുകളിലൊക്കെ ഇതിന്റെ ക്യാമ്പയിൻ ഉണ്ടാവണം. ടീച്ചർ, രക്ഷകർത്താക്കൾ, മാതാപിതാക്കളായിട്ട് തന്നെ നിന്ന് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ സ്നേഹത്തോടെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. തെറ്റുകൾ ചെയ്തു പോയ കുഞ്ഞുങ്ങളെ അടിച്ചോ ആവശ്യമില്ലാതെ ഉപദേശിച്ചോ അങ്ങനെയല്ല. സുഹൃത്തായിട്ട് തന്നെ നിന്ന് തെറ്റുപറ്റിപ്പോയി മോനെ, തെറ്റുപറ്റി, നമുക്ക് അതിൽ നിന്ന് കരകയറാം. കേവലം ഒരു സുഖത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതം, അതിനുവേണ്ടി നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കുടുംബമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അച്ഛൻ അതായിരിക്കണം ലഹരി. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്.